നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അഭിജിത്ത് ദീപ്കയുടെയും സൗരവ് ദാസിന്റെയും ഉറച്ച തീരുമാനം. അതിന് പരിപൂർണമായ പിന്തുണ നൽകാൻ ജൻസൂരജ് നേതാവും ഇലക്ഷൻ തന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ അടക്കമുള്ളവർ തയ്യാറാകുന്നുമുണ്ട്. യോഗേന്ദ്ര യാദവ് അടക്കമുള്ള സെഫോളജിസ്റ്റുകളും പരിപൂർണ പിന്തുണയുമായി രംഗത്ത് വരികയാണ്. ഒരു മന്ത്രിയുടെയല്ല, മുഴുവൻ മന്ത്രിസഭയെയും തള്ളിയിട്ടിട്ട് തങ്ങൾ അടങ്ങൂ എന്ന മട്ടിൽ തന്നെയാണ് പ്രവർത്തനവും രീതികളും എല്ലാം. നമുക്കറിയാം, ഒരു നേതാവിൻ്റെ രാജി കൊണ്ടൊന്നും ഇന്ത്യ കൃത്യമായി തിരിച്ച് ട്രാക്കിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ചെറിയ പരൽമീൻ മാത്രമാണ്. വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട്. പെട്രോളിൽ എത്തനോൾ കലർത്തി കാറുകളെ മുഴുവൻ നശിപ്പിച്ച് ഈ രാജ്യത്തെ സാധാരണ മിഡിൽ ക്ലാസ് ജനങ്ങളെ മുഴുവൻ വലിയ തോതിൽ കടക്കണിയിലാക്കാനും അവരെ ഉപദ്രവിക്കാനും ശ്രമിക്കുകയാണ് നിതിൻ ഗഡ്കരിയും മകനും കൂടെ ചേർന്ന്. ഗഡ്കരി തൻ്റേതായ ഒരു സാമ്രാജ്യം പാരലായി കെട്ടിപ്പൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗഡ്കരിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ നേതാക്കളെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ ഓർക്കുകയാണ്. ഗഡ്കരി കൃത്യമായി BJPയിൽ ഇരുന്നു കൊണ്ട് പണം കൊയ്യുന്ന മറ്റൊരു നേതാവാണ്. അതായത് പാരലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗഡ്കരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത്രയേറെ കോടിക്കണക്കിന് രൂപയാണ് ഗഡ്കരി ഇന്ധന കൊള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗഡ്കരിയുടെ രാജിയും ഏറ്റവും അനിവാര്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പാറ്റാ സമരമെന്ന് വിളിച്ച് കളിയാക്കിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അടുത്ത പ്രഹരം വരുന്നുണ്ട്. അതായത് സുപ്രീം കോടതിക്ക് മേളിലും അധികാര സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇടയ്ക്കിടെ മറന്നു പോകുന്നുണ്ട്. ജനരോഷം കെട്ടടക്കാൻ സുപ്രീം കോടതിക്കെന്നല്ല ഒരു കോടതിക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് അഭിജിത്ത് ദീപ്കയും അതുപോലെ തന്നെ സൗരവ് ദാസും വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത പണി പാലും വെള്ളത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. വലിയ സമരം, പ്രക്ഷോഭ സമരം പ്രധാനമായും ഹൈടെക് നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ്. ബാംഗ്ലൂർ അടക്കമുള്ള ഹൈടെക് നഗരങ്ങളിൽ അവിടെയൊക്കെ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം, ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ കോൺഗ്രസിന്റെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ കോൺഗ്രസ് വിചാരിച്ചാൽ ഈ പ്രക്ഷോഭകാരികളെ കൃത്യമായി അവരെ ട്രാക്കിലാക്കിക്കൊണ്ട് വൻ സമരാസൂത്രണ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയും. അത് ഇന്ത്യയിൽ BJPയുടെ അടിവേര് അറുക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയപരമായ നീക്കമായിരിക്കും. BJP ഇപ്പോൾ വിചാരിക്കുന്നത് അങ്ങ് കാലാകാലങ്ങളോളം കേന്ദ്രത്തിൽ ഇരുന്ന് ഭരിക്കാമെന്നാണ്. അമിത്ഷാ അങ്ങനെയൊക്കെ വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. അമിത്ഷായെയും കിങ്കരന്മാരെയും ഒക്കെ ജയിലിലേക്ക് വീണ്ടും അടയ്ക്കാനുള്ള വൻകിട പദ്ധതിയുമായാണ് അണിയറയിൽ അഭിജിത്ത് ദീപ്കയും സംഘവും എത്തുന്നത്.